ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ശുഭദാമ്പത്യത്തിന്റെ 6ാം ദിവസമാണിന്ന്. ശുഭദാമ്പത്യത്തിന്റെ ഒരു ആമുഖം എന്ന പാഠത്തില് ഇന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ട ഒരു വിഷയം താളയുക്തികളാണ്. ഇവയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് വലിയ ധാരണയില്ല എന്നുള്ളത് നമ്മൾ മാത്രമേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അറിയാവുന്നതാണ്. ഇതിന് മറ്റു ചില പേരുകളിൽ ചില ആളുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. എങ്കിലും ഇതിന്റെ ഒരു പ്രാധാന്യം പൊതുസമൂഹത്തിന് അറിയില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൂടെ പറഞ്ഞ ശേഷമാണ് നമ്മൾ വിഷയത്തിലേക്ക് കയറേണ്ടത്. ഇതുപോലെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വിഷയത്തിലേക്ക് കയറേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് താളയുക്തികളെ കുറിച്ച് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? Rhythm and logic of a system determine its sustainability when they are balanced. പ്രകൃതിയിലെ താളയുക്തികൾ ഒരു സമൂഹത്തിന്റെ സുസ്ഥിരതയും വളർച്ചയും അതിന്റെ താളയുക്തികളുടെ സമതുലിതാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. അവയിൽ ക്രമതാളങ്ങളും ഏകതാനതയും അനുരൂപകത്വവും ഉള്ള ജീവികൾ സമാധാനത്തിന്റെയും സുസ്ഥിരതയുടെയും കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളവരായി കാണാവുന്നതാണ്. സ്ത്രീകൾ പ്രകൃതിയുടെ താളത്തിന്റെയും സമമിതിയുടെയും സമന്വയത്തിന്റെയും പ്രതീകങ്ങളായി പരിണാമക്രമത്തിന്റെ പൂർവപാദത്തിലും, പുരുഷൻ പ്രകൃതിയുടെ യുക്തിയുടെയും വിശകലനശേഷിയുടെയും പ്രതിനിധിയായി പരിണാമക്രമത്തിന്റെ ഉത്തരപാദത്തിലും വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. ഇവരിൽ താളം കൂടുതലുള്ളവരും യുക്തിയേറിയവരും സമന്മാരായി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും സാമൂഹിക താളം തകരാറിലാകും. എന്നാൽ ഇവ രണ്ടും പരസ്പര പൂരകങ്ങളായി നിലനിന്നാൽ ഒരു സമന്വയപരമായ സമൂഹത്തിന്റെ രൂപീകരണം സാധ്യമാകും. ഒരു കുടുംബത്തിലെ സ്ത്രൈണത എന്നത് താളാത്മകത ആയതിനാൽ ആ കുടുംബത്തിന്റെ ഘടനാപരവും ചാക്രികമായും നിരന്തരമായും പ്രാദേശികമായും ഉള്ള കാര്യങ്ങളെയാണ് എപ്പോഴും കേന്ദ്രീകരിക്കുക. എന്നാൽ പൗരുഷം എന്നത് യുക്തിയാത്മകത ആയതിനാൽ കുടുംബത്തിന്റെ സന്ധാരണത്തെയും മുന്നോട്ടുള്ള യാത്രയെയും വളർച്ചയെയും സ്ഥിതിഭേദങ്ങളെയും കുറിച്ചാണ് ശ്രദ്ധിക്കുകയും കേന്ദ്രീകരിക്കുകയും ചെയ്യുക. ഇവയിൽ ഒന്നിന്റെ മാത്രം ആധിക്യമോ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ കുടുംബം താളം തെറ്റി ശിഥിലമാകുന്നു. ഇവ രണ്ടിന്റെയും പരസ്പര പൂരകമായ സമന്വയം കൊണ്ട് മാത്രമേ കുടുംബ വ്യവസ്ഥയ്ക്ക് സുസ്ഥിരമായി പ്രയാണം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോ ഇതാണ് താളയുക്തികളെ കുറിച്ച് പറഞ്ഞത്. ഇത് സ്ത്രൈണ പൗരുഷങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തോട് റിലേറ്റ് ചെയ്യാം എന്നല്ല, ഇത് രണ്ടും ഒന്നല്ല. അത് കൃത്യമായിട്ട് ബോധ്യപ്പെടേണ്ടത്. സ്ത്രൈണ പൗരുഷങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ലോ ഓഫ് ജെൻഡർ എന്ന് പറയുന്നതും ലോ ഓഫ് റിതം ആൻഡ് ലോജിക് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. പക്ഷെ രണ്ടിനെയും റിലേറ്റ് ചെയ്ത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. അത് പ്രത്യേകിച്ചും ഇപ്പോ ചില കുടുംബങ്ങള് നോക്കുകയാണെങ്കിൽ ആ കുടുംബത്തില് ഇപ്പോ സ്ത്രീക്ക് അവിടെ ഉണ്ട് സ്ത്രൈണ പൗരുഷങ്ങൾ എന്ന് പറയുന്നതിലും സ്ത്രീയിലായിരിക്കാം ചിലപ്പോൾ പൗരുഷം കൂടുതലുണ്ടാവുക, പുരുഷനിലായിരിക്കാം ചിലപ്പോൾ സ്ത്രൈണത കൂടുതലുണ്ടാവുക. അങ്ങനൊരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് താളയുക്തികൾ എന്ന് പറയുന്നത്. താളം എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തെ അതേപോലെ തന്നെ പിന്തുടരുന്ന രീതിയാണ്. ഒരു സിസ്റ്റത്തെ ആ സിസ്റ്റം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, അതിനെ അതേപോലെ തന്നെ പിന്തുടരുന്ന രീതിയാണ് താളാത്മകത എന്ന് പറയുന്നത്. അതിന്റെ സാധ്യതകളെ, അതിന്റെ ഇതര വഴികളെ അന്വേഷിക്കുകയും ആ വഴിയിലേക്ക് തിരിയാൻ നിരന്തരമായിട്ട് വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് യുക്തിയാത്മകത എന്ന് പറയുന്നത്. ഇത് എല്ലാ വ്യവസ്ഥയിലുമുണ്ട്. ഈ രണ്ട് സ്വഭാവങ്ങളും എല്ലാ വ്യവസ്ഥയിലുമുണ്ട്. അപ്പൊ ഒരു സമൂഹത്തിന്റെ സുസ്ഥിരതയും വളർച്ചയും അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സമൂഹത്തിന്റെ സുസ്ഥിരതയും വളർച്ചയും അതിന്റെ താളയുക്തികളുടെ സമതുലിതാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. ഇവ തുലിതമായിരിക്കും, സമമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടാവണം. അതായത് ഒരു വ്യവസ്ഥയ്ക്ക് അതിന്റെ താളാത്മകമായ രീതിയിൽ പോകുവാൻ ഒരു 70% സാധ്യത അതിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ വഴി ഉണ്ടല്ലോ, വഴി തിരിയാനുള്ള സാധ്യത, അതിന്റെ യുക്തിയാത്മകതയിലേക്ക് തിരിയാനുള്ള സാധ്യത എന്ന് പറയുന്നത് 30% ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് അറിയാം. പക്ഷെ അതിലൊരു പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30-70 എന്ന് പറയുന്ന റേഷ്യോ പ്രകൃതി നൽകിയ റേഷ്യോ ആണ്. മനുഷ്യ സമുദായം അല്ലെങ്കിൽ മനുഷ്യ സമ്പ്രദായം, മനുഷ്യ ജീവിത സംസ്കാരം അവനിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് അത് വിദ്യാഭ്യാസം വഴിയാകാം, യുക്തി വഴിയാകാം,
അവന്റെ സംസ്കാരം വഴിയാവാം, മതം വഴിയാകാം, ഏതെങ്കിലും വിധത്തില് അവനെ സ്വാധീനിക്കുന്ന അവന്റെ ഒരു ജീവിതക്രമത്തിന്റെ വഴി അവൻ ഇതിന്റെ മുഴുവനായിട്ടും ഇങ്ങനെ ഉപയോഗിക്കാൻ ശേഷി ഉണ്ടാവില്ല. ആ ശേഷി അവനിൽ ആർജിച്ചിട്ടുണ്ടാവില്ല. ഉറപ്പായിട്ടും അതിൽ നിന്നും വഴിതിരിഞ്ഞു പോകും. ഈ വഴിതിരിഞ്ഞു പോക്ക് അവന്റെ കർമ്മങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ റേഷ്യോ 70-30 എന്ന് പറയുന്ന റേഷ്യോ പലപ്പോഴും അവന് അതുപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ 70യിൽ ആണ് അയാളുടെ താളമെങ്കിൽ ആ ബാക്കിയുള്ള 30 ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ബാലൻസ് ചെയ്യാൻ പ്രകൃതി അവനോട് കൽപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ 30 അവന് യുക്തിയുള്ളതെങ്കിൽ അതിന് സമമായ താളമേ അവൻ ഉപയോഗിക്കുന്നുണ്ടാവും. പരമാവധി ആണ് പറയുന്നത്. ഇത് രണ്ടും പരമാവധി ഉപയോഗിക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിലും താഴെ, അതായത് 30 എന്നുള്ളതിന്റെ താഴെ ആയിരിക്കും സാധാരണ രീതിയിൽ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഉപയോഗിക്കുക. അത് പ്രകൃതി നൽകിയ താളത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ സുസ്ഥിരതയും അവന്റെ അല്ലെങ്കിൽ ആ വ്യവസ്ഥയുടെ സുസ്ഥിരതയും വളർച്ചയും താളം തെറ്റിയിട്ടായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അനസ്യൂതമായിട്ട് വളരും, ചിലപ്പോൾ വളരാനേ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ്. ചിലപ്പോൾ ജീവിതം കോംപ്രമൈസ് ചെയ്ത് പലതരം കോംപ്രമൈസുകളിലൂടെ പോകും. ഇതിനാണ് നമ്മൾ സാധാരണ രീതിയിൽ കർമ്മദോഷങ്ങൾ എന്നൊക്കെ പറയും. വഴിതിരിവുകൾ കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് പോക്കിൽ നിന്നും വഴിതിരിഞ്ഞ് പോകുന്ന സമയത്ത് അത് കർമ്മദോഷങ്ങളായിട്ട് മാറും. ചിലപ്പോൾ വഴി തിരിയേണ്ട അടുത്ത് പോലും വഴി തിരിയാതെ വരുന്ന സമയത്തും അത് കർമ്മ ബാധ്യതയായിട്ട് മാറും. അതാണ് കാർമിക് ഡെപ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പൊ ഇത് ഞാനൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞത് മാത്രം. അപ്പൊ അവയിൽ ക്രമതാളങ്ങളും ഏകതാനതയും അനുരൂപകത്വമുള്ള ജീവികൾ സമാധാനത്തിന്റെയും സുസ്ഥിരതയുടെയും കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളതായി കാണാവുന്നതാണ്. ക്രമതാളങ്ങൾ ക്രമത്തിൽ മാത്രമേ പോകുള്ളൂ എന്നുള്ളതാണ്. ഏകതാനത അതിന്റെ പരിസരവുമായിട്ടും അത് ആന്തരിക ലോകവുമായിട്ടും ഏകദാനമായിട്ടിരിക്കുന്നവ, ചുറ്റുപാട്ടുമായിട്ട് അനുരൂപണം ചെയ്ത് ജീവിക്കുന്നവ, ഈ ജീവികൾ സമാധാനത്തിന്റെയും സുസ്ഥിരതയുടെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളവരായി കാണാറുണ്ട്. ആനകളെ എടുക്കുക. ആനകൾ ഇപ്പോ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് നമ്മൾ പരാതി പറയും. ആനകൾ അതിന്റെ പരിസരവുമായിട്ട് ചേർന്ന് പോകുന്നവയാണ്. ആനകൾ എപ്പോഴും ആനകൾ അല്ലെങ്കിൽ വന്യജീവികൾ ഈ മനുഷ്യന്റെ കൃത്രിമ ബുദ്ധി മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ്? മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള അവന്റെ ശേഷിയാണ്. ഇതാണ് ഒരേ ഒരു വ്യത്യാസം. ഇതിനെ ആധാരമാക്കിയിട്ടാണ് മറ്റ് ശേഷികളെല്ലാം അവന്റെ മുകളിൽ പടുത്തുയർത്തിയിട്ടുള്ളത് പ്രകൃതി. അപ്പോ ഈ മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള ശേഷി മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അതല്ലാതെ ജീവിക്കുന്ന ജീവികൾ, ഞാൻ കാക്കയുടെയും പട്ടിയുടെയും മനുഷ്യന്റെ ജീവിത പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ജീവികളെയും കുറിച്ചല്ല പറയുന്നത്. സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന ജീവികളുണ്ട്. ഈ ജീവികൾ എവിടെയാണ്? വനത്തിലാണ് ജീവിക്കുക. അപ്പോ ആ വനത്തിൽ ജീവിക്കുന്ന ജീവികളുണ്ടല്ലോ, മനുഷ്യ വളർത്തുന്ന ആനയെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത് കേട്ടോ, കാട്ടിൽ ജീവിക്കുന്ന ജീവി. അപ്പോ ഈ കാട്ടിൽ ജീവിക്കുന്ന ജീവികൾ അവയുടെ ക്രമതാളങ്ങളിലാണ് പോവുക. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഏകദാനമായിട്ട് അതിന്റെ പരിസരവുമായിട്ട് ഏകദാനമായിട്ടും അതിന്റെ സമൂഹവുമായിട്ടും സമാജവുമായിട്ടും ഏകദാനമായിട്ട് നിൽക്കാൻ കഴിയും. അതുപോലെ തന്നെ അനുരൂപകത്വവും ഉണ്ടാവും. അവയ്ക്ക് പൊതുവിൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. യാദൃശികമായിട്ട് എല്ലാ ജീവികളിലും എല്ലായിടത്തും ടർബുലൻസ് അപ്രതീക്ഷിതമായിട്ടുണ്ടാകാം. ഞാൻ അതിനെയൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ സാധാരണ രീതിയിൽ ഇവ ആ സമുദായത്തില് അവിടുത്തെ ആ പശ്ചാത്തലത്തില് ആ ഒരു എന്താ പറയാ ഇക്കോസിസ്റ്റത്തില് ഇളക്കങ്ങൾ ഉണ്ടാക്കാതെ സാധാരണ രീതിയിലാണ് ജീവിച്ചു പോകുന്നത്, അല്ലെ? അപ്പോ ഇത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും സുസ്ഥിരതയുടെയും കാര്യത്തിൽ പ്രാധാന്യമുള്ള ജീവികളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ജീവികളെല്ലാം തന്നെ, കാട്ടിൽ ജീവിക്കുന്ന ജീവികളെല്ലാം തന്നെ, കാരണം അവ താളാത്മകമായി പോകുന്നു എന്നുള്ളതും ക്രമതാളങ്ങളുടെയും ഏകദാനതയിലും പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവയ്ക്ക് ശാന്തി ഉണ്ടാവും. ഇതിൽ തന്നെ സ്ത്രീകളുണ്ട്. ഈ വിഭാഗത്തിൽ തന്നെ ആനക്കൂട്ടത്തിൽ അല്ലെങ്കിൽ മറ്റേ മാനിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ചെന്നായിയുടെ കൂട്ടത്തിൽ തന്നെ സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകൾ പ്രകൃതിയുടെ താളത്തിന്റെയും സമമിതിയുടെയും സമന്വയത്തിന്റെയും പ്രതീകങ്ങളായി ആണ് അവിടെ നിൽക്കുക, അല്ലെ? പ്രകൃതിക്കൊരു താളമുണ്ടല്ലോ, ആ താളത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് അവിടെ നിൽക്കുക. സമമിതിയുടെ ഭാഗമായിട്ട്, സമമിതി എന്ന് വെച്ചാൽ സിമെട്രി എന്ന് വെച്ചാൽ മറ്റുള്ളവയെ പോലെ മറ്റുള്ളവയ്ക്കും എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുന്നതല്ല. ഒരമ്മ ഒരു കുഞ്ഞിന് കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ വലിയ കുഞ്ഞിനെ അതിന്റെ ധർമ്മത്തിലേക്കാണ് തള്ളിവിടുക. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കോഴി കൊത്തിയാട്ടുന്ന പോലെ ദൂരത്തേക്ക് തള്ളിവിടണമെന്ന്. ആ കൊത്തിയാട്ടിയ കോഴിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരണം, കൊത്തിയാട്ടപ്പെടുന്ന കുഞ്ഞിനൊരു പ്രശ്നം വരുന്ന സമയത്ത് ഈ അമ്മ കോഴി പോയി ഇടപെടുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നുവെച്ചാൽ പറഞ്ഞു വിടുകയല്ല, അതിന്റെ ധർമ്മത്തിലേക്കാണ് പറഞ്ഞു വിടുക. തന്നിൽ നിന്നും പറഞ്ഞു വിടുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ധർമ്മത്തിലേക്കാണ് പറഞ്ഞു വിടുന്നത്. അപ്പോ
അവിടെ ആ സമമിതി പാലിക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞിനോടും വലിയ കുഞ്ഞിനോടും അതിൻ്റെതായ ഇടങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളത് അവിടെ കോഴി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ സ്ത്രീകൾ പ്രകൃതിയുടെ താളത്തിന്റെയും സമമിതിയുടെയും സമന്വയത്തിന്റെയും ആ പരിസരത്തുള്ള കാര്യങ്ങളെല്ലാം സമന്വയിപ്പിക്കുന്ന കാര്യത്തിലും പ്രതീകങ്ങളായി നിൽക്കുന്നുണ്ട്. ഇത് പരിണാമക്രമമുണ്ടല്ലോ. നമ്മൾ ആദ്യകാലം മുതൽ നമ്മൾ പരിണമിച്ചു വരുന്നു എന്നാണ് നമ്മുടെ പരിണാമ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ക്രമത്തിന്റെ പൂർവപാദത്തിൽ, ആദ്യ പാദത്തിലാണ് ഇതുകൊണ്ട് തന്നെ സ്ത്രീകൾ നിൽക്കുന്നത്. കാരണം അവർ താളാത്മകമായി പോയിക്കൊണ്ടിരിക്കും. കാര്യങ്ങളെല്ലാം താളാത്മകമായി ചെയ്യും. സമമിതി, താളം, സമന്വയം തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും അവർ ശ്രദ്ധിക്കുക. അപ്പോ സ്ത്രീ എന്ന് പറയുന്നത് ഈ പരിണാമക്രമത്തിന്റെ ആദിപാദത്തിലാണ് നിൽക്കുക. പുരുഷനാകട്ടെ പ്രകൃതിയുടെ യുക്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. യുക്തി എന്ന് വെച്ചാൽ സ്ഥിതിഭേദം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഏതാണോ നമ്മൾ ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വഴിയിൽ നിന്നും മാറ്റം ഉണ്ടാകുന്ന ഒരവസ്ഥ, ക്രമഭംഗം ഉണ്ടാക്കുന്ന ഒരവസ്ഥ. ആ യുക്തിയുടെയും വിശകലന ശേഷി അവിടെ അതിനെ പിരിച്ചു നോക്കും. ആ സമന്വയം എന്നുള്ളതിന് പകരം പിരിച്ചു നോക്കും. ഓരോന്നിന്റെയും അകത്തേക്ക് പോയി നോക്കും. ആ അകത്തേക്ക് പോയി നോക്കുന്ന വിശകലന ശേഷിയുടെയും പ്രതിനിധിയായി പരിണാമക്രമത്തിന്റെ ഉത്തരപാദത്തിലും വിന്യസിക്കപ്പെട്ടിട്ടുണ്ടാവും. ഉത്തരപാദം എന്ന് വെച്ചാൽ പിന്നീട് തുടർന്ന് വരുന്ന, ശേഷം വരുന്ന പരിണാമത്തിന്റെ രണ്ട് കാലം എടുക്കുകയാണെങ്കിൽ ആദ്യകാലവും പിന്നീടുള്ള കാലവും പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് സ്ത്രീയും പിന്നീടുള്ള കാലത്ത് പുരുഷനും നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരിൽ താളം കൂടുതലുള്ളവരും യുക്തിയേറിയവരും സമന്മാരായി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും സാമൂഹിക താളം തകരാറിലാകും. എന്നുവെച്ചാൽ ഒരാള് വഴി മാറാൻ വേണ്ടി ശ്രമിക്കും, ഒരാൾ വഴിയിൽ തന്നെ നിൽക്കണമെന്ന് പറയുന്നു. ഇവ തമ്മിൽ സമന്മാരായി നിൽക്കുന്ന സമയത്ത് ഞാൻ വഴി തിരിക്കാമെന്ന് ഒരാൾ പറയുമ്പോൾ ഇല്ല, വഴി തിരിയില്ല എന്നൊരാൾ പറയുന്നു. ഇത് സമമായിട്ട് നിൽക്കുമ്പോൾ ഇവര് സമന്മാരാണെന്ന് ദർശിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവ തമ്മിൽ നിരന്തരം കോൺഫ്ലിക്റ്റിലായിരിക്കും. സ്റ്റിയറിംഗിൽ ഒരാൾ പിടിച്ച് വലിക്കും അങ്ങോട്ടേക്ക്, ഒരാൾ സ്റ്റിയറിംഗ് പിടിക്കേണ്ട എന്ന് പറയും. ആക്സിലേറ്റർ ചവിട്ടാൻ പറയുമ്പോൾ ആക്സിലേറ്റർ ചവിട്ടേണ്ടത്. ഇത് ഈ കോൺഫ്ലിക്റ്റ് നിരന്തരമായിട്ടുണ്ടായിരിക്കും. സമന്മാരാവുന്ന സമയത്ത് രണ്ടുപേർക്കും ഒരേ സ്വാതന്ത്ര്യമാണ്. ജനാധിപത്യത്തിന്റെ തന്നെ ഒരു പ്രശ്നവും ഇത് തന്നെയാണ്. എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യം, എന്നാൽ പക്ഷവും പ്രതിപക്ഷവും ഒരേ ഇടത്ത് നിൽക്കുന്നു. ഇവർ തമ്മിലുള്ള കലഹങ്ങൾ ഉണ്ടാവുക. ഈ കലഹങ്ങൾ എപ്പോഴും പ്രതിസന്ധികളും ടർബുലൻസ് അല്ലെങ്കിൽ പ്രക്ഷുബ്ധതകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോ താളം കൂടുതലുള്ളവർ യുക്തിയേറിയവർ സമന്മാരായി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും സാമൂഹിക താളം തകരാറിലാകും. എന്നാൽ ഇവ രണ്ടും പരസ്പര പൂരകങ്ങളായി നിലനിന്നാൽ ഒരു സമന്വയപരമായ സമൂഹത്തിന്റെ രൂപീകരണം സാധ്യമാണ്. ഇവ പരസ്പരം അനുരൂപനം ചെയ്തു നിന്നാൽ, അതായത് മറ്റൊന്നിനോട് ഇഴുകി നിന്നാൽ, ഒന്നെടുക്കുന്ന തീരുമാനത്തിൽ ഒന്നും ചെയ്യാതിരിക്കുക. അതിനുശേഷം ഇയാൾ എടുക്കുന്ന തീരുമാനത്തിൽ മറ്റൊരാളും ഒന്നും ചെയ്യാതിരിക്കുക. ഇയാളുടെ കുറവ് അയാളുടെ കുറവ് ഇയാളും പരസ്പരം നികത്തുന്ന രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പര പൂരകങ്ങളായി നിലനിന്നാൽ ഒരു സമന്വയപരമായ സമൂഹത്തിന്റെ രൂപീകരണം സാധ്യമാകും. ഒരു കുടുംബത്തിലെ സ്ത്രൈണത എന്നത് താളാത്മകതയായതിനാൽ, നമ്മൾ ഈ താളയുക്തികളുടെ ഭാഷയിൽ പറയുമ്പോൾ സ്ത്രൈണത എന്ന് പറയുന്നത് താളാത്മകത ആയതിനാൽ, ഞാനിവിടെ പറഞ്ഞ വാക്കാലോചിക്കുക, സ്ത്രീ എന്നല്ല സ്ത്രൈണത എന്നാ പറഞ്ഞ്, സ്ത്രൈണത എന്നുള്ളത് താളാത്മകത ആയതിനാൽ ആ കുടുംബത്തിന്റെ ഘടനാപരവും ചാക്രികവും നിരന്തരവും പ്രാദേശികമായ കാര്യങ്ങളാണ് എപ്പോഴും കേന്ദ്രീകരിക്കുക. അല്ലെ, സ്ത്രൈണത എപ്പോഴും ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക, ആ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളെയാണ് ശ്രദ്ധിക്കുക. അത് നിരന്തരമായി ശ്രദ്ധിച്ചോണ്ടിരിക്കും. ഫുൾ ടൈം അവർ അതിന്റെ അറ്റൻറ്റീവ് ആയിരിക്കും. അവര് ചാക്രികമായിട്ടാണ് കാര്യങ്ങൾ ഇത് തന്നെ ആണ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ആ കുടുംബത്തിന്റെ സ്ട്രക്ചർ എന്നുള്ള കാര്യത്തിലായിരിക്കും അവരുടെ ശ്രദ്ധ. കുടുംബത്തിന്റെ മുൻപോട്ട് പോക്ക് എന്നുള്ളതിനേക്കാളും കൂടുതൽ സ്ട്രക്ചറിലായിരിക്കും അവരുടെ ശ്രദ്ധ. ഈ സ്ത്രൈണതയുള്ളവരുടെ ഒരു അവസ്ഥയാണ്. അത് ചിലപ്പോൾ പുരുഷനാവാട്ടോ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ സ്ത്രൈണത ഉണ്ടെങ്കിൽ അവര് എപ്പോഴും അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ആലോചിക്കുക, ചാക്രികതയെ കുറിച്ചാണ്, നൈരന്തര്യത്തെ കുറിച്ചാണ്, പ്രാദേശികതയെ കുറിച്ചാണ് ചിന്തിക്കുക. അപ്പൊ അവിടെ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു സിസ്റ്റത്തെ അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ പൗരുഷം എന്നത് യുക്തിയാത്മകത ആയതിനാൽ കുടുംബത്തിന്റെ സന്ധാരണത്തെ കുറിച്ചാണ് ചിന്തിക്കുക. മുൻപോട്ട് പോക്ക് എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. അതുപോലെ തന്നെ വളർച്ച എന്നുള്ളത്, ഈ കുടുംബം വളരണമെങ്കിൽ, സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കേന്ദ്രീകരിക്കും. സ്ഥിതിഭേദങ്ങളെ ഇങ്ങനെയല്ല വേണ്ടത്, വേറൊരു രൂപത്തിലാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഈ കുടുംബത്തിന്റെ പൗരുഷമുള്ള വ്യക്തികൾ അതിലായിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പൊ ഇത് രണ്ടും
ഫോക്കസ് ചെയ്ത് രണ്ട് കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് രണ്ട് തരം ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ്. ഇതിനെ കൂട്ടിക്കെട്ടിയിട്ട് ഒരുപോലെ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ, സമീകരിച്ച് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റിലാണ് കലാശിക്കുക. അതേസമയം ഇത് പരസ്പരം ഈ കോമ്പീറ്റ് ചെയ്യുന്നതിനും കോൺട്രിബ്യൂട്ടിംഗ് ആണെങ്കിലോ, പരസ്പരം കോംപ്ലിമെന്റിംഗ് ആണെങ്കിലോ, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിലോ, ഒന്ന് ചെയ്യുന്നതിനെ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിലോ അവിടെ ഈ കാര്യം വളരെ ഭംഗിയായിട്ട് നടക്കും. ഇവയിൽ ഒന്നിന്റെ മാത്രം ആധിപത്യമോ ആധിക്യമോ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ കുടുംബം താളം തെറ്റി ശിഥിലമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ആധിപത്യത്തിലായാലോ അല്ലെങ്കിൽ ആധിക്യത്തിൽ ഉണ്ടായാലും പ്രശ്നം തന്നെയാണ്. സമീകരിച്ചാലും പ്രശ്നമാണ്. സമമായി നിൽക്കണമെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. ഇവ രണ്ടിന്റെയും പരസ്പര പൂരകമായ സമന്വയം കൊണ്ട് മാത്രമേ കുടുംബ വ്യവസ്ഥയിൽ സുസ്ഥിരമായിട്ട് പ്രയാണം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോ താളയുക്തികൾ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഏകകം നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടേണ്ടത്. സ്ത്രൈണ പൗരുഷങ്ങളും അത് ബയോളജിക്കലായിട്ടുള്ള ആ നേച്ചർ അനുസരിച്ചാണ് വരുന്നത്. ഇത് ബിഹേവിയറൽ ആയിട്ടുള്ള കുറെ മാറ്റങ്ങളാണ് ഈ താളയുക്തികൾ എന്ന് പറയുന്നത്. ഇത് പ്രപഞ്ചത്തിന്റെ പരിണാമതാളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഇത് സ്ത്രീ പുരുഷന്മാരെന്ന് പറയുന്നത്, മറ്റേ സ്ത്രൈണ പൗരുഷങ്ങൾ എന്ന് പറയുന്നത് ഒക്കെ തന്നെ ഋതുവും ലോജിക്കുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വായനയുണ്ട്. നമ്മുടെ പരിണാമത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ജീവിക്കുന്ന ജീവികൾക്കിടയിൽ ഇങ്ങനെ ഒരു വായനയുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇതിനെ അറിയാതെ, താളയുക്തികളെ അറിയാതെ, ഇവയെ സമീകരിക്കുന്നത് ശരിയല്ല എന്നറിയാതെ, ഇവ തമ്മിൽ ഒരു പരസ്പരമുള്ള ഒരു സമന്വയത്തിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് അറിയാതെ നമുക്ക് ശുഭദാമ്പത്യം എന്നുള്ളത് സാധ്യമല്ല. അപ്പൊ ഈ കാര്യത്തെ കുറിച്ച് കൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് വേണം നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ, ശുഭദാമ്പത്യത്തിലേക്ക് ഇടപെടാൻ എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.